2020 ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ തന്റെ നായകനായ MS ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം കുറിച്ചു: നിന്നോടൊപ്പം കളിച്ചതിൽ അഭിമാനിക്കുന്നു മാഹി. ഈ യാത്രയിൽ ഞാനും നിന്റെ കൂടെ ചേരുന്നു. ലോകത്തിനു മുന്നിൽ സൗഹൃദത്തിന്റെ പുതിയൊരു ഉദാഹരണമായി ആ നിമിഷം മാറി. റെക്കോർഡുകളെക്കാൾ ഉപരി മനുഷ്യബന്ധങ്ങൾക്കും സൗഹൃദത്തിനും വില നൽകിയ ആ ഇടംകയ്യൻ ബാറ്റർ ഇന്നും ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും മനസ്സിൽ ഒരു ക്ലാസിക് സെഞ്ചുറി പോലെ തിളങ്ങി നിൽക്കുന്നു. അതെ, ലോകം അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നു സുരേഷ് റെയ്ന. ഇന്ത്യൻ നീലക്കുപ്പായത്തിൽ റെയ്ന ഒരു മാച്ച് വിന്നറായെങ്കിൽ ചെന്നൈയുടെ മഞ്ഞ ജേഴ്സിയിൽ അദ്ദേഹം ഒരു വികാരമായിരുന്നു. MS ധോണി എന്ന തലയ്ക്ക് വിശ്വസ്തനായ വലംകൈ. CSKയുടെ പടയോട്ടങ്ങളിൽ മുൻനിരയിൽ നിന്ന് നയിച്ച ആ പോരാളിയെ തമിഴ് മക്കൾ നെഞ്ചിലേറ്റിയത് ചിന്നത്തല എന്ന സ്നേഹപ്പേരോടെയായിരുന്നു. IPL ചരിത്രത്തിലെ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ മിസ്റ്റർ IPL എന്ന വിശേഷണം അദ്ദേഹം നേടിയെടുത്തു. ചെപ്പോക്കിലെ ഗ്യാലറികളെ ഇളക്കിമറിച്ച ആ ഇടം കയ്യൻ സിക്സറുകളും പോയിന്റ് പൊസിഷനിൽ പറന്നുയർന്ന് പിടിക്കുന്ന ക്യാച്ചുകളും റെയ്നയെ ചെന്നൈയുടെ പ്രിയപ്പെട്ട പുത്രനാക്കി മാറ്റി. ഒരു വിക്കറ്റ് വീഴുമ്പോൾ ബൗളറേക്കാൾ ആവേശത്തോടെ ഓടിയെത്തുന്ന ആ പോസിറ്റീവ് എനർജിയാണ് റെയ്നയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. 2011 ലോകകപ്പിലെ നിർണായക ഇന്നിംഗ്സുകൾ മുതൽ ചെന്നൈയുടെ 4 കിരീട നേട്ടങ്ങൾ വരെ നീളുന്ന ആ കരിയർ കേവലം അക്കങ്ങളിൽ ഒതുങ്ങുന്നതല്ല, അത് ആത്മബന്ധത്തിന്റെയും വിശ്വസ്തതയുടെയും ഒരു വലിയ ചരിത്രമാണ്. കളിക്കളത്തിനകത്തും പുറത്തും സൗഹൃദത്തിന് പ്രഥമ പരിഗണന നൽകിയ ആ മനുഷ്യൻ ഇന്നും ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും ആവേശമാണ്. യഥാർത്ഥത്തിൽ റെയ്ന എന്ന പേര് കേവലം സ്കോർ ബോർഡിലെ റൺസുകളല്ല, മറിച്ച് തളരാത്ത പോരാട്ട വീര്യത്തിന്റെയും കളിക്കളത്തിലെ സത്യസന്ധമായ ചിരിയുടെയും പര്യായമാണ്. കരിയറിലെ അവസാന പന്തുവരെ ആവേശത്തോടെ പോരാടിയ ആ ഇടംകയ്യൻ ഇതിഹാസം വരും തലമുറയിലെ ഓരോ ക്രിക്കറ്റ് താരത്തിനും എന്നും ഒരു വഴികാട്ടിയായിരിക്കും. കാലം എത്ര കഴിഞ്ഞാലും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ സൗഹൃദത്തിന്റെയും വിശ്വസ്തതയുടെയും മുഖമായി സുരേഷ് റെയ്ന എന്ന പേര് മായാതെ നിൽക്കും. അതേ, ചങ്കുറപ്പോടെ പൊരുതിയ വിശ്വസ്തതയുടെ ആ നെടുംതൂണായ സുരേഷ് കുമാർ റെയ്ന കാലം നിങ്ങളെ മറക്കില്ല.